മൂന്നാം ഊഴവും കയ്യിൽ കിട്ടിയതോടെ ഇനി എന്ത് ചെയ്താലും ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്ന ധാരണയിലായി ബി.ജെ.പി. ഏറിയാൽ രാഹുൽ ഗാന്ധി ഉണ്ടാക്കുന്ന ഒച്ചപ്പാടും ബഹളവും മാത്രമേ ഉണ്ടാകൂ എന്നും ആ ബഹളത്തെ പപ്പുവിന്റെ കരച്ചിലായി മാത്രം കണ്ടാൽ മതി എന്ന ഒരു ധാരണയിൽ ഇന്നിപ്പോൾ ബി.ജെ.പി. കേന്ദ്രം ഭരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ വരെ മാറ്റിക്കൊണ്ട് ചരിത്രത്തെ തിരുത്തി എഴുതാനുള്ള ഒരു ബില്ലുമായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പാർലമെന്റിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു ഇഞ്ച് പിന്നോട്ടടിക്കാതെ മഹാത്മാഗാന്ധിയുടെ ചിത്രം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി സ്പീക്കറെ അടിച്ചിരുത്തുകയാണ് ചെയ്തത്. ആർക്കും എന്തും ചെയ്യാനും പേരുമാറ്റി രാജ്യത്തെ മുഴുവൻ നിങ്ങളുടെ കാൽ കീഴിലേക്ക് കൊണ്ടുവച്ച് തരില്ല എന്ന് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി ഇന്ന് സഭയിലെടുത്ത തീരുമാനം. പ്രതിപക്ഷ ബലത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു പാർലമെന്റ് സമ്മേളനത്തിന് കൂടിയാണ് ഇന്ന് സഭ സാക്ഷിയായത്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പിണറായി പറയുമ്പോൾ കേരളത്തിൽ അതിദരിദ്രർ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമായ UPA സർക്കാരിന്റെ കോൺഗ്രസ് ഭരണകാലത്ത് 2005 കൊണ്ടുവന്ന പദ്ധതിയാണിപ്പോൾ മോദിയും കൂട്ടരും കഴുത്ത് ഞെരിച്ച് ഇല്ലാതാക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഈ പദ്ധതിയിൽ 100 തൊഴിൽ ദിവസങ്ങൾക്കപ്പുറത്ത് 25 തൊഴിൽ ദിവസങ്ങളാണ് ഉള്ളത്. തീർച്ചയായും ഇത് കാണുമ്പോൾ പാവപ്പെട്ട തൊഴിലില്ലാതെ അലയുന്ന മനുഷ്യർക്ക് അതൊരു വലിയ ആശ്വാസമാണ്. 100 എന്നതിൽ നിന്നും വീണ്ടും 25 ദിവസം കൂടിയാവുന്നുണ്ടല്ലോ. എന്നാൽ അതിനൊക്കെ പിന്നിൽ മറ്റു പല ഗൂഢ നീക്കവും മോദി നടത്തുന്നുണ്ട്. അത് വേതനത്തിന്റെ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുകളും വഹിക്കണം എന്നത് ഉൾപ്പെടെ സംസ്ഥാനങ്ങളുടെ ഭാരം കൂട്ടുന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയതുകൂടിയായ ഒരു ബില്ല്. ഗാന്ധിജിയെ പൂർണ്ണമായും ഒഴിവാക്കി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന തലക്കെട്ടോടെ തയ്യാറാക്കിയ ഈ ബില്ല് സാധാരണക്കാരന് വേണ്ടിയോ രാജ്യത്തെ പട്ടിണി അകറ്റാനോ അല്ല, പിന്നെയോ ഇരട്ട എഞ്ചിൻ സർക്കാരുകളാണ് എങ്കിൽ വേതനത്തിന്റെ 40% ഒക്കെ അല്ല. കേരളം പോലെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അതൊരു അധിക ബാധ്യതയാക്കാൻ കൂടിയാണ് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമാത്രവുമല്ല, എല്ലാ ചട്ടക്കൂടുകളും കേന്ദ്രം കൽപ്പിച്ചു നൽകും. അതിൽ നിന്നും 1 ഇഞ്ച് പിന്മാറിയാൽ കൊടുക്കാനുള്ള ഫണ്ടുകൾ വെട്ടിച്ചുരുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യും. ഇന്നിപ്പോൾ PM ശ്രീ പദ്ധതി വേണ്ട എന്ന് വെച്ചാൽ ആ ഫണ്ടുകൾ വെട്ടിയില്ലേ, അതുപോലെ. എന്തായാലും ഒറ്റ നോട്ടത്തിൽ പൊൻതൂവൽ എന്ന് കരുതുന്ന ഈ ബില്ല് സാധാരണ ജനജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നത് തന്നെയാണ്. ഈ വിഷയം ചൂണ്ടിക്കാണിച്ചാണ് പ്രിയങ്ക ഇന്ന് സ്പീക്കർക്കെതിരെ തിരിഞ്ഞത്. श्रीमती प्रियंका गांधी वाड़ा। आदरणीय अध्यक्ष महोदय जी, मैं नियम 72(1) के तहत इस विधेयक को पुनर्स्थापित करने पर अपनी सख्त आपत्ति दर्ज करना चाहती हूं। महात्मा गांधी ग्रामीण रोजगार गारंटी कानून पिछले 20 सालों से ग्रामीण भारत को रोजगार देने में और ग्रामीण अर्थव्यवस्था को मजबूत बनाने में सक्षम रहा है। ये एक इतना क्रांतिकारी कानून है कि जब इसको बनाया गया तो सदन के सभी राजनीतिक दलों ने इससे पूरी सहमति दी। इसके द्वारा 100 दिन का रोजगार इस देश के गरीब से गरीब लोगों को मिलता है, हमारे गरीब से गरीब भाई बहनों को। हम सब जनप्रतिनिधि हैं महोदय, जब हम अपने अपने क्षेत्रों में जाते हैं, आप भी जानते हैं, दूर दूर से हमें दिख जाता है कि मनरेगा का कौन मजदूर है। सबसे गरीब होता है, चेहरे पे झुर्रियां होती हैं, हाथ मिलाए तो सर हाथ पत्थरों की तरह। हाँ सर, मैं कर रही हूँ, पहुंच रही हूँ, मुझे पहुंचने दीजिए। 1 मिनट लूंगी, मुझे पहुंचने दीजिए। सर, उनके हाथ पत्थरों की तरह कठोर होते हैं क्योंकि इतनी मजदूरी करते हैं। तो सर, मेरा जो इस बिल पर ऑब्जेक्शन है, सर, ये जो कानून है इसके तहत हमारे गरीब भाई बहनों को जो रोजगार की कानूनी गारंटी मिलती है, जो अधिकार मिलता है, वह इस योजना में मांग के आधार पर संचालित होता है। मतलब जहां जहां रोजगार की मांग है वहां इस योजना द्वारा 100 दिनों का रोजगार अनिवार्य है, देना अनिवार्य है। इसके साथ साथ केंद्र से इसके लिए जो पूंजी जाती है वो भी मांग पर आधारित होती है। यानी कि इस योजना के लिए जितने पैसे भेजने हैं, कितने भेजने हैं, वह जमीनी परिस्थितियों पर आधारित होता है और मांग के आधार पर निर्धारित होता है। सर, इस विधेयक की अनुसूची 1 में उपनियम 4(1) और 4(2) द्वारा केंद्र को इजाजत दी गई है कि वे पहले से ही निर्धारित कर लें कि कितनी पूंजी कहां भेजी जाएगी। इससे संविधान के
73वें संविधान संशोधन को नजरअंदाज किया जा रहा है। सर महोदय, इसके जरिए ग्राम सभाओं को इस योजना की मांग की जमीनी परिस्थितियों के आधार पर तय करने का पूरा अधिकार दिया जाता था। आज वो अधिकार कमजोर किया जा रहा है। सर आखिर बात है, एक मिनट, जब आप इस पे पूरी डिटेल चर्चा हो तो आप डिटेल बोलना, इस पे आपकी पार्टी शुरुआत है सर, अभी शुरुआत है। सर जो हमारे संविधान की जो मूल भावना है कि हर एक व्यक्ति के हाथों में शक्ति होनी चाहिए, वही मूल भावना पंचायती राज में है और उस मूल भावना के विरोध है ये जो अधिनियम जो ये विधेयक आ रहा है। ഭേദഗതി ബില്ലിന്റെ വ്യവസ്ഥകളെ എതിർത്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി എം പിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വൈശാഖ് ആര്യൻ ചേരുകയാണ്. വൈശാഖ്, ഗ്രാമസഭകൾക്കുള്ള അധികാരം, താഴെത്തട്ടിലുള്ള പ്രാധാന്യം അതൊക്കെ ഇല്ലാതാക്കുന്നു എന്ന വിമർശനമാണ് ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? അതെ ശീതൾ, അല്പസമയം മുൻപാണ് കേന്ദ്ര കൃഷിമന്ത്രി ഈ ബില്ല് പാർലമെന്റിലെ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. BBG റാംജി ബിൽ എന്നറിയപ്പെടുന്ന വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ എന്ന ബില്ലിനെതിരെ ഈ അവതരിപ്പിച്ചാൽ വലിയ തോതിൽ ശക്തമായി തന്നെ പ്രതികരിക്കുമെന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം അറിയിച്ചിരുന്നു. തുടർന്ന് ബില്ല് അവതരിപ്പിക്കാനുള്ള അനുമതി തേടി കൃഷിമന്ത്രി എണീറ്റപ്പോൾ തന്നെ ശക്തമായിട്ടുള്ള ബഹളമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. അതിനുശേഷം പ്രിയങ്ക ഗാന്ധി എഴുന്നേറ്റ് ഈ വിഷയത്തിലുള്ള തന്റെ എതിർപ്പ് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തുകയാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കടക്കം തൊഴിൽ ഒരു മിനിമം ദിനങ്ങളിൽ ഉറപ്പുവരുത്തുന്ന ഒരു പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ അടക്കം അടിസ്ഥാനത്തിലുള്ള ഒരു നിയമമാണ് ഈ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് നിയമം. അതിൽ മാറ്റം വരുത്തുന്നത് ഈ സാധാരണക്കാരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനടക്കം തുല്യമാണെന്നും സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ അധിക ബാധ്യത കെട്ടിവയ്ക്കപ്പെടുന്നതാണെന്നുമുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർത്തിയത്. ഏതായാലും പ്രിയങ്ക ഗാന്ധിയുടെ വിമർശനം ഉന്നയിച്ചപ്പോൾ സ്പീക്കർ ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള ചർച്ച നടത്താം, അപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താമെന്ന് പറഞ്ഞു. ഇപ്പോഴും പ്രിയങ്ക ഗാന്ധി സംസാരിക്കുന്നത് തുടരുകയാണ്. ഏതായാലും വലിയ ബഹളം പാർലമെന്റിന്റെ ഇരു സഭകളിലും അടക്കം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഇന്ന് എന്തായാലും ബില്ല് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. വിശദമായിട്ടുള്ള ചർച്ച സഭയിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ബില്ല് സഭയിൽ എത്തിയിരിക്കുകയാണ്. പ്രതിപക്ഷത്തു നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ വാക്കുകളിലേക്ക് വീണ്ടും. जब ये किया जाता है तो सरकार केंद्र को पैसे खर्चने पड़ते हैं। माननीय सदस्यों, मैं आपसे आग्रह करता हूं, ये सर आप पोस्टर रख दे नीचे। मैं ये रख दूं? नहीं, आप पीछे वाले माननीय सदस्य, आप 72 में नियम में विरोध कर दें आप। ठीक। सर आखिरी पॉइंट है कि बिना चर्चा के, बिना इस सदन की सलाह लिए इस तरह से जल्दी में विधेयक को पास नहीं होना चाहिए।